ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ആർട്ട് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലൊക്കേഷൻ എൻ്റെ നാട്ടിൻപുറം തന്നെയാണ്. പാടൂർന്ന ഗ്രാമത്തിൻ്റെ അടുത്ത പ്രദേശമായ ചേറ്റുവയിലാണ്. ഈ ചേറ്റുവയും പാടൂരും കണക്ട് ചെയ്യുന്ന പുളിക്കക്കടവ് പാലം. അതിൻ്റെ അടുത്തായിട്ട് വരുന്നതാണ് ചേറ്റുവയിൽ കണക്ട് ചെയ്യുന്ന തീരദേശ റോഡ്, അതായത് കനോലി കനാല്. അതിൻ്റെ സൈഡിലുള്ള റോഡാണ് തീരദേശ റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൊക്കേഷൻ പിന്നെ തുടങ്ങാം. ഇന്നത്തേത് ചെറിയ ക്യാൻവാസ് ആണ്. ഒരു 12x10 ഇഞ്ചസ് ആണ് ക്യാൻവാസിന്റെ സൈസ്. ഇത് ക്യാൻവാസ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊരു ബാക്ക് ലിറ്റ് ലൊക്കേഷൻ ആണ്. അതായത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് രാവിലെ 7:30, 7:30, 8 മണിക്കുള്ളിൽ ടൈമാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനനുസരിച്ചിട്ട് ലൈറ്റ് ഡിഫറെൻ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ലൈറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഹിറ്റ് ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ, നമ്മളിപ്പോൾ ക്യാൻവാസ് ബോർഡിന്റെ പിന്നിൽ നിന്ന് കാണാം ലൈറ്റ്, സൂര്യനെ ഇന്റൻസിറ്റി കാണാൻ പറ്റും. ഈ പെയിന്റിങ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ, കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അതിൽക്കൂടി പാസ് ചെയ്യുന്നവർ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എല്ലാവരും. ഇങ്ങനത്തെ ഒരു പെയിന്റിങ് കാര്യം ചെയ്യുമ്പോൾ അവരൊരു ഇന്ററാക്ട് ചെയ്ത് നല്ല രസമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ സബ്ജക്റ്റ് ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്താണ് പൊതുവെ സംഭവിക്കുക വെച്ചാൽ, ഒരു ബ്ലീച്ച്ഡ് എഫക്റ്റ് ഉണ്ടാവും പൊതുവെ. എന്താ വെച്ചാൽ ലൈറ്റ് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യണം. അപ്പോൾ ബാക്കി എല്ലാതും കളറിന്റെ ഇന്റൻസിറ്റി, ലൈറ്റിന്റെ ഇന്റൻസിറ്റി കാരണം ആ ലൈറ്റ് കളർ ബ്ലീച്ച് ആവും. അതായത് ഒരു ഗ്രേഷ് കളറാവും. ഇപ്പോൾ ബ്ലൂ വാട്ടർ എന്നുള്ളത് ഒരു ഗ്രേഷ് വാട്ടർ കളറായിട്ട് മാറും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സംഭവം എനിക്ക് എന്താ വെച്ചാൽ, നമ്മുടെ ക്ലൗഡി മൊനാക്കിലെ ഇംപ്രഷനിസ്റ്റ്, അവരൊക്കെ ഒരു പെയിന്റിങ് ഉണ്ടായിരുന്നു, പെയിന്റിങ്സ് ഉണ്ട് അതുപോലെ. അതായത് ഈ ഒരു മോർണിംഗ് ടൈമിലുള്ള പെയിന്റിങ്സ്, അതിൽ എല്ലാതും ബ്ലീച്ച്ഡ് ആയിരിക്കും. അപ്പോൾ ഇത് പൊതുവെ ഞാൻ പറഞ്ഞില്ലേ, ഇംപ്രഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു ഇംപ്രഷനാണ് അവിടെ റിക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ അവിടെ കാണുന്ന മരത്തിന്റെ ഇലകളെല്ലാം എണ്ണി എണ്ണി വരക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇതിലുള്ളത്. ആ ഒരു ഇംപ്രഷൻ, ആ ഒരു ഫീലാണ് അവർ റിക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം അതിനാണ് ഞാനിവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയ പോയിന്റ് എന്ന് വെച്ചാൽ, ആ വെള്ളത്തിലെ തിളക്കം. ആ വെള്ളത്തിൻ്റെ തിളക്കം ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ബ്ലൂഷ് കളറിൽ എങ്ങനെ ആ വെള്ളത്തിൻ്റെ തിളക്കം കാണിക്കുക. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കളർ വീലിന് സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ കളർ വീലിനെ കുറിച്ച് പറയുക, അതിന് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ വേണം. ഞാനത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ഗോയിങ് ഫോർവേഡ് ഒരു വീഡിയോ എക്സ്ക്ലൂസീവ് കളർ വീലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താ വെച്ചാൽ, കളർ വീലിന് സബ്ജക്റ്റ് ഞാൻ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്തിരുന്ന സംഭവമായിരുന്നു. പക്ഷേ കളർ വീലിനെ കുറിച്ച് അറിയാതെ നമുക്ക് കളേഴ്സ് മിക്സ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ഫാക്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ഷോർട്ടായിട്ട് പറയുക, ഇത് കളർ വീൽ നമ്മൾ പറയും കോംപ്ലിമെന്ററി കളർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ റെഡിന്റെ ഓപ്പോസിറ്റ് ഗ്രീന്, വൈറ്റിന്റെ ഓപ്പോസിറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ പോലെ കളേഴ്സിലുള്ള ഓപ്പോസിറ്റ് കളേഴ്സ് ഉണ്ട്. അതാണ് ഇപ്പോൾ ബ്ലൂവിന്റെ ഓപ്പോസിറ്റ് ഓറഞ്ചിന് വരാം. അപ്പോൾ ഇതൊരു ബ്ലൂയിഷാണ് ഞാൻ ഇതിൽ മൊത്തം ട്രീറ്റ് ചെയ്തിട്ടുള്ളത്, ആകാശത്തിനായാലും വെള്ളത്തിനായാലും. എന്നിട്ട് ഈ ഹൈലൈറ്റ് വരുന്നില്ലേ വെള്ളത്തിന്റെ ഭാഗത്ത്, അവിടെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഓറഞ്ച് ഡയറക്റ്റ് ട്യൂബിൽ നിന്നുള്ള ഓറഞ്ച് കളർ അല്ല, അതിൽ വൈറ്റ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ടിൻറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടോൺ ഡൗൺ ചെയ്തിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനാണ്. അതായത് കളർ വീൽ എങ്ങനെ വർക്ക് ആവുക, ഞാൻ എങ്ങനെയാണ് അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. ഓറഞ്ച് ലൈറ്റ് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻറ്റൻസിഫൈ ആണ് ആ കളർ മൊത്തം. എന്താ വെച്ചാൽ ഇതിൻ്റെ സറൗണ്ടിങ്സ് മൊത്തം ഒരു ഗ്രേഷ് ബ്ലൂ ആണ്. ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ച് ആയതുകൊണ്ട് അത് ഇൻറ്റൻസിഫൈ ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ നമുക്ക് ഇതിനെ കുറിച്ചാവാം, അതായത് എങ്ങനെയാണ് കളർ വീൽ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായി വരുന്നവരെ ഹാപ്പി പെയിന്റിങ്.